മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഗുരുവായൂരിലെത്തിയപ്പോഴത്തെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുകൂടെയാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടെയാണോ ഉള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഒരു ജിജ്ഞാസയിൽ നിന്ന് ഉണ്ടായ ഒരു ചോദ്യമായിരിക്കണമല്ലോ അത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ പോയിട്ടുണ്ടാവില്ല, അങ്ങനെ പോകുന്ന ഒരാളല്ല. പക്ഷേ കേരളത്തിലെ ഒരുപക്ഷെ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ്. ധാരാളം കേട്ടിട്ടുണ്ട് ഗുരുവായൂരിനെ പറ്റി, ഗുരുവായൂരപ്പൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു ക്ഷേത്രം അതിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതിലൊന്നാരും അസ്വാഭാവികത കണ്ടുമില്ല. പക്ഷേ ഇന്നലെ പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തി, ഭഗവാനെ തൊഴുതു. അത് ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമാണ്, അല്ലെങ്കിൽ അതൊരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 6:30 മണിയോടുകൂടിയാണ് വിവേക് കിരണും കുടുംബവും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയത്. അവിടെ കയറി ദർശനം നടത്തി. അത് ഏത് തരത്തിലുള്ള ദർശനമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലതരത്തിലുള്ള ദർശന സൗകര്യം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ ദർശനം, സ്പെഷ്യൽ, VIP, സേവാ ദർശനം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ഏത് തരത്തിലുള്ളൊരു ദർശനമാണ് അദ്ദേഹം നടത്തിയതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാം. എന്ത് വഴിപാടാണ് അർപ്പിച്ചത് എന്നും നമുക്ക് അറിവില്ല. അതൊക്കെ ക്ഷേത്രം അധികൃതർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഉപദേവതകളെയും തൊഴുതിട്ടാണ് അദ്ദേഹം അപ്പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്തായിരിക്കാം പ്രാർത്ഥിച്ചത്? സ്വാഭാവികമായിട്ടും ഈ വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ആരുടെ മനസ്സിലും തോന്നാവുന്ന ഒരു ചോദ്യമാണ്. പിണറായി വിജയൻ്റെ മകൻ ഗുരുവായൂരിൽ ദർശനം നടത്തുന്നു, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം പ്രാർത്ഥിച്ചത്? എന്ത് അനുഗ്രഹമായിരിക്കാം അദ്ദേഹം ഭഗവാനോട് ചോദിച്ചത്? ഇനി അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണേ എന്നായിരിക്കുമോ പ്രാർത്ഥിച്ചത്? എന്താണെങ്കിലും അദ്ദേഹം ദർശനം നടത്തി ഭഗവാനെ തൊഴുതു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സാധാരണ ഏതൊരു ഗുരുവായൂരപ്പ ഭക്തനും ചെയ്യുന്നത് പോലൊക്കെ തന്നെയാണ് അദ്ദേഹവും ഈ ദർശനം നടത്തിയത്. മുണ്ട് മാത്രമാണ് ഉടുത്തിരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ മേൽമുണ്ട് പുതച്ചിരുന്നു. ഇതൊക്കെ ക്ഷേത്രത്തിലെ ചില ചിട്ടവട്ടങ്ങളാണ്. അതൊക്കെ അനുസരിച്ചാണ് അദ്ദേഹം ഈ ദർശനം നടത്തിയത്. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ പ്രാദേശിക ലേഖകൻ അവിടെ ഉണ്ടായിരുന്നു. വളരെ സ്വകാര്യമായിട്ടായിരുന്നു ഈ ദർശനം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന. ആരും അറിയരുതേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പരമരഹസ്യമായിട്ടാണ് ഇതെല്ലാം ഏർപ്പാട് ചെയ്തിരുന്നത്. അദ്ദേഹത്തോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഒരു മിസ്റ്റർ അരുൺകുമാറും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പിണറായിയുടെ മകൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചാനലിൻ്റെ പ്രാദേശിക ലേഖകൻ ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാമറയിലോ ടെലഫോണിലോ എന്തോ പകർത്തി. അതാണ് തർക്ക വിഷയമായത്. അപ്പോൾ പിണറായിയുടെ മകൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലെ ചില ആളുകൾ തന്നെ അയാളെ പിന്തുടരുകയും അയാളോട് ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. അവർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഇത് വളരെ സ്വകാര്യമായ ഒരു സന്ദർശനമാണ്. ഇത് വിവേക് കിരണിൻ്റെ ഒരു വളരെ സ്വകാര്യമായ ഒരു ഏർപ്പാടാണ്. അതിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് തലയിടരുത്, അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, അത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ലേഖകൻ പറഞ്ഞു, അത് പ്രസിദ്ധീകരിക്കരുത്, റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് ഞാൻ ചെയ്യാം, അതനുസരിക്കാം, ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഞാനെടുത്ത ദൃശ്യം മായ്ക്കണമെന്ന് പറയാൻ നിങ്ങൾക്കെന്ത് അധികാരമാണ് ഉള്ളത്? അതേ തുടർന്ന് വീണ്ടും ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ഭടന്മാരിൽ ചിലർ അദ്ദേഹത്തെ സമീപിക്കുന്നു. അവർ ഈ ലേഖകനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒടുവിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ തന്നെ, ഈ അരുൺകുമാർ തന്നെ ഇടപെടുന്നുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം ഈ ഫോൺ വാങ്ങിച്ചു നോക്കുന്നുണ്ട്, അതിലെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, എന്നിട്ടത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇത് അദ്ദേഹം തന്നെ, അരുൺകുമാർ തന്നെ ഡിലീറ്റ് ചെയ്തു എന്നാണ് ഇന്നലെ ഈ ചാനൽ ലേഖകൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടത്. സാധാരണഗതിയിൽ ഗുരുവായൂരിൽ ഏതെങ്കിലും അതിപ്രശസ്ത വ്യക്തികൾ, VIP-മാർ അല്ലെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ ദർശനത്തിന് വരികയാണെങ്കിൽ ദേവസ്വത്തിൽ നിന്ന് തന്നെ അത് മാധ്യമങ്ങളെ വിളിച്ചറിയിക്കാറുണ്ട്. അവർ വന്നത് ചിത്രീകരിക്കാറുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിനൊക്കെ ദേവസ്വത്തിന് വലിയ താല്പര്യമാണ്. പക്ഷേ വിവേക് കിരൺ വന്നപ്പോൾ ഇതെല്ലാം രഹസ്യമാക്കി വെക്കാനാണ് ദേവസ്വം അധികൃതർ തീരുമാനിച്ചത്. അവർ മാധ്യമങ്ങളെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്
മുഖ്യമന്ത്രിയുടെ മകൻ വരുന്നത് പ്രമാണിച്ച് ചില നിർദ്ദേശങ്ങൾ, ഇതാരും അറിയരുത് എന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കണം. അത് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇത് വളരെ പരമരഹസ്യമായിട്ട് ഗോപ്യമായിട്ട് വിവേക് കിരൺ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി പോകണം എന്നുള്ളതായിരുന്നു ഈ ദേവസ്വം അധികൃതരുടെ ഉദ്ദേശം എന്നത് വളരെ വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാരനെ അങ്ങനെ ആർക്കും അറിയില്ല. അദ്ദേഹം കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വിദേശത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര കണ്ടുപരിചയം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഈ സന്ദർശനം ഒരു ആയിക്കൊള്ളും എന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ ഈ ലേഖകനാളെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ക്യാമറയിലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു VIP-കൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ വരുമ്പോൾ അവരുടെ ചിത്രങ്ങൾ മാധ്യമപ്രവർത്തകർ എടുക്കാറുണ്ട്, ദൃശ്യമാധ്യമക്കാരൊക്കെ എടുക്കാറുള്ളതാണ്. പക്ഷേ അതൊന്നും ഈ വരുന്ന VIP-യുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ ഒന്നും അനുമതി വാങ്ങിച്ചുകൊണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവരുടെ അനുമതി ഒരു 10 രൂപ പത്രത്തിൽ എഴുതി വാങ്ങിച്ചിട്ടല്ലല്ലോ മാധ്യമങ്ങളെ അറിയിക്കുന്നത്. അവരൊക്കെ വരുന്നു, മാധ്യമങ്ങളെ അറിയിക്കുന്നു, അവർ വരുന്നു, ദൃശ്യങ്ങൾ എടുക്കുന്നു. ഇതാണ് അവിടെ സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വിവേക് കിരണിൻ്റെ കാര്യത്തിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങൾ മായ്ക്കാൻ ദേവസ്വം അധികൃതർ തന്നെ ആവശ്യപ്പെടുന്നു. അതാണ് വിവാദ വിഷയമായിട്ട് മാറിയത്. ഈ സംഭവം വിവേക് കിരണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഒരു സ്വകാര്യ വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ വരാനും തൊഴാനും ദർശനം നടത്താനും ഒക്കെ എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വളരെ സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും അത് ചെയ്യുന്ന വ്യക്തിയുടെ വലിപ്പമനുസരിച്ച്, സമൂഹത്തിലെ നിലയനുസരിച്ച്, വിലയനുസരിച്ച് അത് വാർത്തയാവാം, വാർത്തയല്ലാതിരിക്കാം. ഞാനോ നിങ്ങളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ അതേ കാര്യങ്ങൾ മറ്റു ചില വ്യക്തികളിൽ നിന്ന്, സെലിബ്രിറ്റികളിൽ നിന്നുണ്ടാകുമ്പോൾ അത് വാർത്തയാവും, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ മകനെ കണ്ട മാത്രയിൽ തന്നെ ഈ ടെലിവിഷൻ ചാനൽ പ്രവർത്തകൻ അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്തത്. അതുമാത്രമല്ല, ആ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞതിന് ശേഷവും അവർ വരുന്ന ചിത്രങ്ങളൊക്കെ മറ്റു പലരും എടുത്തിരുന്നു, പലരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും അങ്ങനെ മൂടി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അല്ലെങ്കിൽ ആരുടെ കയ്യിലും ഏത് ചിത്രവും പകർത്താൻ പറ്റിയ തരത്തിലുള്ള ടെലിഫോൺ ക്യാമറകളുമായി നടക്കുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ സംഭവത്തിൽ ഒരു വാർത്തയുള്ളത് കൊണ്ട്, അതായത് ടെലിവിഷൻ ചാനലുകളുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കൾ, പത്രം വായിക്കുന്ന വായനക്കാർ, ഇവർക്കൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണല്ലോ ഇത് ഇന്നലെ തന്നെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതുപോലെ ഇന്നത്തെ ഏതാണ്ട് ഞാൻ കണ്ട മിക്ക പത്രങ്ങളിലും അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് റിപ്പോർട്ട് ചെയ്ത ലേഖകന്മാർക്കോ അത് പത്രത്തിൽ അല്ലെങ്കിൽ ചാനലുകളിൽ പ്രസിദ്ധീകരിച്ച സബ് എഡിറ്റർമാർക്കോ ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് വിവേക് കിരണുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യമായ കാര്യമാണെന്നുള്ളത്. പക്ഷേ ചില ഘടകങ്ങൾ ഇത്തരത്തിലുള്ള സ്വകാര്യ നിമിഷങ്ങളെ പോലും വാർത്തയാക്കി മാറ്റാറുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, VIP ആണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരുടെ പ്രവൃത്തി പോലല്ല മാധ്യമങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ സമൂഹം കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിലെ പലരോടും നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ പറയാറുണ്ട്. ചിലരെയൊക്കെ ചില സന്ദർഭങ്ങളിൽ പരനാറി എന്ന് വിളിക്കുന്നവരുമുണ്ട്, നികർഷജീവി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യാറില്ല, അതൊന്നും വിവാദ വിഷയമാകാറില്ല. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുമ്പോൾ, പരസ്യമായിട്ട് പറയുമ്പോൾ, അത് വലിയ ചർച്ചാ വിഷയമാവുകയും വാർത്തയാവുകയും ചെയ്യും. അത് റിപ്പോർട്ട് ചെയ്യപ്പെടും, മാധ്യമങ്ങളിൽ വരും, അത് ദിവസങ്ങളോളം ചർച്ച ചെയ്തു എന്നും വരാം. അതാണ് ഇതിൽ ഉൾപ്പെടുന്ന ആ വ്യക്തിയുടെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അയാളൊരു സെലിബ്രിറ്റി ആണോ VIP ആണോ എന്നുള്ളത്. ഒരു നടൻ, നടി, അല്ലെങ്കിൽ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഒരു നടൻ്റെയോ നടിയുടെയോ വിവാഹം നടക്കുന്നു, അത് നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബിലാണെന്ന് വിചാരിക്കുക. നമ്മളെയൊന്നും ക്ഷണിച്ചിട്ടില്ലെങ്കിലും മാധ്യമപ്രവർത്തകരുടെ പോകും, അതിൻ്റെ ചിത്രങ്ങളെടുക്കും, അവിടെ സദ്യ കഴിക്കാൻ നിൽക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷേ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. കാരണം വിവാഹിതരാകുന്നത് ഒരു സെലിബ്രിറ്റിയാണ്, VIP ആണ്. ഒരു ചെറിയ കാറപകടമായിരിക്കാം, പക്ഷേ ഒരു നടൻ്റെയോ നടിയുടെയോ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പത്രങ്ങളിൽ ചിലപ്പോൾ ഒന്നാം പേജിൽ തന്നെ വന്നു വരാം. അത് ആ സെലിബ്രിറ്റിയുടെ വിലയും നിലയും പോലെ ആയിരിക്കും ആ വാർത്ത കൈകാര്യം ചെയ്യപ്പെടുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. ഒരു സംഭവത്തെ വാർത്തയാക്കി മാറ്റുന്ന പല പ്രധാന ഘടകങ്ങളിലൊന്നാണ്
അതിൽ ഉൾപ്പെട്ട ആളിൻ്റെ സമൂഹത്തിലെ സ്റ്റാറ്റസ്, അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണോ, അവരൊരു സെലിബ്രിറ്റിയാണോ, VIP ആണോ എന്നുള്ളത്. രാജ്യത്ത് ഒരു ദിവസം എത്ര പ്രസവങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സെലിബ്രിറ്റിക്ക്, ഒരു നടിക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു കുഞ്ഞുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ നടനോ ഒരു കുഞ്ഞിൻ്റെ പിതാവായാൽ അതൊക്കെ വാർത്തയായിട്ട് ആഘോഷിക്കപ്പെടും. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അതൊക്കെ എൻ്റെ സ്വകാര്യ നിമിഷങ്ങളാണ്, എൻ്റെ സ്വകാര്യ കാര്യങ്ങളാണ്, എൻ്റെ പ്രസവം, എനിക്ക് കുഞ്ഞുണ്ടാവുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തു എന്ന് വരാം. ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിവേക് കിരൺ പിണറായി വിജയൻ്റെ മകൻ ആണ് എന്നുള്ളതാണ്. പിണറായി വിജയൻ അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്ന ആളല്ല, ക്ഷേത്ര വിശ്വാസമുള്ള ആളല്ല. കമ്മ്യൂണിസ്റ്റുകൾ പൊതുവേ ക്ഷേത്രത്തിൽ പോകുന്നതിന് എതിരാണെന്നാണ് പറയുന്നത്. പലരും പോകാറുണ്ട്, ഭാര്യമാർ പോകാറുണ്ട്, മക്കൾ പോകാറുണ്ട്, തൊഴാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഈശ്വര വിശ്വാസമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകൻ ഗുരുവായൂർ ദർശനം നടത്തുമ്പോൾ അത് വാർത്തയാവുന്നത്. അത് MV ഗോവിന്ദൻ മാഷിൻ്റെ മകനാണെങ്കിലും മകളാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയാണ്. പിണറായി വിജയൻ്റെ ഭാര്യയും മകളും തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അവരവിടെ ദർശനം നടത്തിയോ അതോ കാഴ്ച കാണാൻ പോയതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മളൊക്കെ അവിടെ പോയിട്ടുള്ളതാണ്. ആ ക്ഷേത്രത്തിൻ്റെ അഭൗമമായ സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ളവരാണ്. ഇവരും അങ്ങനെ തന്നെ പോയതാവാം. അന്ന് ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമായി. ഈ ചിത്രങ്ങളൊക്കെ വൈറലായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ശത്രു സംഹാര പൂജ നടത്തിയെന്ന് ഒരു വാർത്ത വന്നു. പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അത് വലിയ വിവാദ വിഷയമായി. കാടാമ്പുഴ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പൂമൂടൽ നടന്നു എന്നുള്ളതായിരുന്നു കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു വാർത്ത. അതും ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും വലിയ ചർച്ചാ വിഷയവും വിവാദ വിഷയവുമായി. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. K മുരളീധരൻ്റെ ഭാര്യയോ മക്കളോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയത് വാർത്തയല്ല. ആരും അത് ശ്രദ്ധിക്കില്ല. ആരും അതിൻ്റെ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ചാനലുകളിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യില്ല. അത് K മുരളീധരൻ്റെ മക്കൾ അവിടെ സ്ഥിരമായിട്ട് പോകുന്നവരാ. അതിലൊരു പ്രത്യേകതയില്ല, വാർത്തയില്ല, അതിലൊരു നോവൽറ്റി ഇല്ല. അതുകൊണ്ടാണ് അത് വാർത്തയല്ലാതാകുന്നത്. അതേസമയം പിണറായി വിജയൻ്റെ മക്കൾ ഗുരുവായൂരിൽ പോയാൽ വാർത്തയാവും. അത് കാണുന്നവർ അത് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. വിവേക് കിരണിൻ്റേത് ഒരു സെലിബ്രിറ്റി ദർശനമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ തന്നെ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വന്നതൊരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആവണം അത് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ എല്ലാവർക്കും വെറുതെ കടന്നു ചെല്ലാവുന്നൊരു സ്ഥലമല്ല. ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കാനോ തൊഴാനോ ഭഗവാനെ ദർശിക്കാനോ അവകാശമുള്ളൂ, അല്ലെങ്കിൽ അധികാരമുള്ളൂ. കേരളത്തിൻ്റെ അഭിമാനമായ ഗായകൻ യേശുദാസ് എത്രയോ കാലമായിട്ട് ഗുരുവായൂർ പോയി തൊഴണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകുമെന്ന് പാടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് ഇതുവരെ അതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ഇവിടെ വിവേക് കിരൺ ചെല്ലുന്നത് അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയായതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അവിടെ കടന്നു ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഗുരുവായൂരപ്പനുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ ചെല്ലുന്നു, തൊഴുന്നു, ദർശനം നടത്തുന്നു. അതൊക്കെ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്, രഹസ്യമായി സൂക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ ദൃശ്യങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണമെന്ന് ബലം പ്രയോഗിച്ച് നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം. ഒരാൾ സോമനസാലെ ക്ഷേത്രത്തിൽ പോകുന്നു. അദ്ദേഹത്തിനോട് ചെല്ലാനുള്ള എല്ലാ മതവിശ്വാസപരമായ അനുമതികളുമുണ്ട്. അങ്ങനെ ചെല്ലുന്ന ഒരാൾ അതൊരു VIP ആകുമ്പോൾ, സെലിബ്രിറ്റി ആകുമ്പോൾ, അത് പിണറായി വിജയൻ്റെ മകനാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ അഡ്മിനിസ്ട്രേറ്റർ പിന്നീട് ആ TV ഒരു ലേഖകനെ വിളിച്ച് അസാരം ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതൊക്കെ കേട്ടപ്പോൾ തോന്നിയത് കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്ന വഴി ചിലർക്ക് മാത്രമേ അറിയാവൂ എന്നാണ് ചിലരൊക്കെ കരുതി വച്ചിരിക്കുന്നത് എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയവരെയൊക്കെ കോടതി കയറ്റും എന്നാണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി, മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളുണ്ട്, ചാനലുകളുണ്ട്. അവർക്കെതിരായിട്ട് ഗുരുവായൂർ ദേവസ്വം നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. ഹിന്ദുമത വിശ്വാസമുള്ളവർ, അതിൻ്റെ പേരിൽ ക്ഷേത്രങ്ങളിൽ കടന്നു ചെന്ന് ആരാധന നടത്താൻ അവകാശമുള്ളവർ
അങ്ങനെ ചെയ്യട്ടെ. അതിൽ എന്തെങ്കിലും ഒരു വാർത്തയുണ്ടെന്ന് തോന്നുന്ന മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്യട്ടെ. അല്ലാതെ ക്ഷേത്രത്തിൽ പോവുകയും വേണം, ദർശനം നടത്തുകയും വേണം, ഭഗവാനെ തൊഴുകയും വേണം, പക്ഷേ അതാരും അറിയരുത് എന്ന് നിർബന്ധം പിടിക്കുന്നത് അല്പം കടന്ന കൈയാണ്.